ലെബനാനിൽ ഇസ്രായേൽ പ്രയോഗിച്ച പോലെയുള്ള ചാരന്മാരെ യമനിൽ അമേരിക്ക പ്രയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതും, എന്നാൽ അമേരിക്ക അത് നിരാശയാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഏതെങ്കിലും തരത്തിൽ യമനെ പരാജയപ്പെടുത്താനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചാരപ്രവൃത്തി നടത്തിക്കൊണ്ട് രഹസ്യങ്ങൾ ചോർത്തി ആ മേഖല ആക്രമിക്കുക, ലെബനാനിൽ ഇസ്രായേൽ ചെയ്ത അതേ പ്രവർത്തനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിലപാടിലേക്ക് അമേരിക്ക തന്നെ എത്തുന്നത്. 8,000 കോടി ഡോളറിൻ്റെ നഷ്ടമെങ്കിലും യമൻ കാരണത്താൽ അമേരിക്കക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കരയിലും ആകാശത്തും അമേരിക്കയ്ക്ക് രക്ഷയില്ലാത്ത രീതിയിലുള്ള ആക്രമണമാണ് യമന്റെ ഭാഗത്ത് വരുന്നത്. വലിയ രീതിയിലുള്ള ശ്രമങ്ങളൊക്കെ നടത്തി കഴിഞ്ഞ ഒരു വർഷമായി ചെങ്കടലുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധിയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. ഒരു തരത്തിലുള്ള വിജയം അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇത് ലോകത്തിന് മുൻപിൽ തന്നെ അമേരിക്കക്ക് വലിയ രീതിയിലുള്ള മാനക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ്. അതോടൊപ്പം അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഏതെങ്കിലും തരത്തിൽ യമനെ പരാജയപ്പെടുത്താൻ ഏതെങ്കിലും തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ പറ്റുമോ എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചാരന്മാരെ നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ ചാര സംവിധാനത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ യമൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഇറാനിൽ വെച്ച് ഹമാസിൻ്റെ നേതാവ് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഇറാനിലെ തന്നെ സൈനിക മേധാവികളോ സൈനികർപ്പെട്ട ആരെങ്കിലോ ഒറ്റുകൊടുത്തിട്ടുണ്ട് എന്ന് ഇറാൻ അനുമാനിച്ചിട്ടുണ്ട്. പിന്നീട് അത് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അപ്പോൾ അതേ സംഭവങ്ങൾ തങ്ങളുടെ രാജ്യത്തും ഉണ്ടാവാനുള്ള സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ രീതിയിലുള്ള വാതിലുകളും അടച്ചുള്ള പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ യമന്റെ സൈനികർ ചെയ്യുന്നത് എന്നത് അമേരിക്കക്ക് വലിയ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്.